നമസ്കാരം. നമുക്കൊക്കെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അസ്ഥിയിൽ പിടിച്ചവരാണ്. രാഷ്ട്രീയം അസ്ഥിയിൽ പിടിക്കുമ്പോൾ ദയവായി ഓർമ്മിക്കുക, നാളെ ഈ രാഷ്ട്രീയക്കാർ കൂടെ കാണണമെന്നില്ല. രാഷ്ട്രീയം അസ്ഥിയിൽ പിടിച്ച് എതിരാളികളെ അമർത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ ചിലപ്പോൾ നാളെ നമ്മൾ മാത്രമേ കാണൂ. ചെറിയൊരു ആശയ വിനിമയത്തിന്റെ പേരിൽ, ചെറിയൊരു തർക്കത്തിന്റെ പേരിൽ നമ്മൾ അകറ്റപ്പെടാം. അങ്ങനെ അകറ്റപ്പെടുമ്പോൾ തീർച്ചയായും നമ്മൾ പാർട്ടിക്ക് പുറത്തായെന്ന് വരാം. അപ്പോൾ നമ്മൾ വിശ്വസിച്ച പാർട്ടിക്ക് വേണ്ടി, നമ്മൾ നിന്ന പാർട്ടിക്ക് വേണ്ടി നമ്മൾ തലയും നിലയും മറന്നു ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മുടെ നേരെ ഒരു ചോദ്യചിഹ്നമായി വരാം. ഭാവിയിൽ നമ്മുടെ ജീവിതം തകർത്തെന്ന് വരാം. അത്തരമൊരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. കുറിപ്പിട്ടയാൾ അത് പിൻവലിച്ചുവെങ്കിലും അതിന്റെ സ്ക്രീൻഷോട്ട് പരക്കെ പ്രചരിക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു കുറിപ്പിട്ടത് ഒരു DYFI നേതാവിന്റെ ഭാര്യയാണ്. CPM ചേരിപ്പോരിനിടയിൽ ജയിലിലായ DYFI നേതാവിന്റെ ഭാര്യ. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന TVC നന്ദകുമാറിന്റെ ഭാര്യ. ശരണ്യയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: വലിയ പാരമ്പര്യമുള്ള പാർട്ടി ഫാമിലിയൊന്നുമല്ല ഞങ്ങളുടേത്. അമ്പലവും വിശ്വാസവുമെല്ലാം തന്നെയായിരുന്നു ജീവിതം. പയ്യന്നൂർ കോളേജും നന്ദകുമാറുമാണ് SFIക്കാരിയാക്കിയത്. കല്യാണം കഴിഞ്ഞ ശേഷമാണ് പാർട്ടിയായത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത സങ്കടത്തിലാണ്. പയ്യന്നൂരിൽ പാർട്ടി തോറ്റിരിക്കുന്നു. പറഞ്ഞറിയാൻ കഴിയാത്ത വല്ലാത്ത അവസ്ഥയിലാണ് മനസ്സ്. അറിഞ്ഞിറങ്ങി വരുമ്പോ നേതൃത്വം തന്നെ പിന്നിൽ നിന്ന് കുത്തിയതാണെന്ന് ഉറപ്പാകുന്നു. പേടിയാകുന്നു. എന്ത് വിശ്വസിച്ചാണ് ജീവിക്കേണ്ടത്? നന്ദേട്ടനും നിഷാദേട്ടനും 5.5 മാസമായി ജയിലിലാണ്. എല്ലാം പാർട്ടി നോക്കുമെന്നായിരുന്നു ഇതുവരെ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ പേടിയാണ്. അതിന് കാരണവുമുണ്ട്. കഴിഞ്ഞ മാസം ശിക്ഷിക്കപ്പെട്ട തിമിരി സഖാക്കൾ ജാമ്യത്തിലിറങ്ങിയിട്ട് ഒരാഴ്ചയായി. 2 ദിവസം മുമ്പ് ശിക്ഷിക്കപ്പെട്ട കേസിലെ സഖാക്കൾക്കും ജാമ്യം കിട്ടി. നന്ദേട്ടനും നിഷാദേട്ടനും ജയിലിൽ തന്നെ. ശരിക്കും പേടിയാകുന്നു. ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ഇവരെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടത്തുമെന്ന് ട്രോൾ വീഡിയോ വരുന്നു. എന്തൊക്കെയോ സംഭവിക്കുന്നു. പാർട്ടി സ്ഥാനാർത്ഥിയെ ഗ്രൂപ്പ് കളിച്ച് തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് ഇതും സാധിക്കില്ലേ? എന്ത് ചെയ്യണമെന്നറിയില്ല. കേസ് കുറെയുണ്ട്. എല്ലാം പാർട്ടിക്ക് വേണ്ടിയായിരുന്നു. എന്താകുമെന്നറിയില്ല. ഈ യുദ്ധത്തിനിടയിൽ ഞങ്ങളുടെയെല്ലാം ജീവിതം എന്താകും? ആര് മറുപടി പറയും? ഇതാണ് ശരണ്യയുടെ കുറിപ്പ്. വായിച്ചപ്പോൾ ശരിക്കും വേദന തോന്നുന്നു. അത് CPMന്റെ മാത്രം അവസ്ഥയല്ല, CPM അണികളുടെ മാത്രം അവസ്ഥയല്ല, ഏത് പാർട്ടിയിലെയും അണികളുടെ അവസ്ഥ ഇതാണ്. ഒരു കേസുണ്ടായാൽ അത് അവസാനം സ്വയം നോക്കേണ്ടി വരും. അവിടെ പാർട്ടിക്കാർ കൂടെ നിൽക്കണമെന്നില്ല. ഇന്നലെ കൂടെ നിന്ന പാർട്ടിക്കാർ നാളെ എതിർചേരിയിലായെന്ന് വരാം. ഇന്നലെ കൂടെ നിന്ന കൂട്ടുകാർ നാളെ എതിർചേരിയിലായെന്ന് വരാം. അപ്പോൾ ഇതെല്ലാം അനുഭവിക്കാൻ അവനവൻ മാത്രമേ കാണൂ. പണ്ടുള്ളവർ പറയും പോലെ അവനവന്റെ കയ്യെ അവനവന്റെ തലയ്ക്കടിയിലിരിക്കൂ. ഒന്നോർക്കുക യുവത്വമേ, ഒന്നോർക്കുക യുവാക്കളെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.